തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനം. പ്രചാരണം ആഘോഷമാക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. വലിയ മേൽക്കൈയാണ് പ്രചാരണത്തിലും ഇടതുപക്ഷം നേടിയത്. മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിനും ഇന്നലെ തുടക്കമായി. സുലേഖയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. സുലേഖ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതൊരു ആഘോഷമാക്കി തന്നെ മാറ്റുകയാണ്. ഒരു വിശ്രമവും ഇല്ലാതെ അവധി ദിവസങ്ങൾ അതൊന്നും തന്നെ പരിഗണിക്കാതെ ഉള്ള ഒരു പ്രചാരണം. എങ്ങനെയാണ് അതിൻ്റെ ആവേശമൊക്കെ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന് തുടക്കമായി വലിയൊരു ജനപിന്തുണ തന്നെ പരിപാടികൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടികളൊക്കെ? തീർച്ചയായും കീർത്തി, സംസ്ഥാനത്ത് വലിയ രീതിയിലാണ് ചൂട് ഉയർന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ചൂടും ഈ തെരഞ്ഞെടുപ്പ് ചൂടും കേരളത്തിലുള്ളത്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നേരത്തെ കീർത്തി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചു. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ 3 ഇടങ്ങളിലായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനത്തിന് തുടക്കം കുറിച്ചത്. നെയ്യാറ്റിൻകര, അതിനൊപ്പം തന്നെ തിരുവല്ലം, ഒപ്പം പേട്ട, ഈ 3 സ്ഥലങ്ങളിലുമാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം ഇന്നലെ നടന്നത്. ഇന്ന് മുഖ്യമന്ത്രി വയനാട്ടിലാണ്. ഈ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാകെ തന്നെയും വലിയ രീതിയിലുള്ളൊരു മേൽക്കൈ അത് ഇടതുപക്ഷം നേരത്തെ തന്നെ നേടിയതാണ്. ആ ഒരു കാര്യം നിലനിർത്തിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ, വ്യത്യസ്തമായ പ്രചരണ പരിപാടികളാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇനി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം നോക്കുന്ന സമയത്ത് ഈ താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് വലിയ മേൽക്കൈ അത് ഉണ്ടാക്കാൻ, വലിയ സ്വാധീനമുണ്ടാക്കാൻ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും 40 വർഷത്തിലധികമായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഈ താഴേക്കടയിലുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ഒരു മതിപ്പുണ്ടാക്കാൻ പന്ന്യൻ രവീന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതിനൊപ്പം തന്നെ ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ്റെ പര്യടനം എന്ന് പറയുന്നത് ഈ ഓൾഡ് ഏജ് ഹോം, പുലയനാർ കോട്ടയുള്ള ഓൾഡ് ഏജ് ഹോം ഇന്ന് പന്ന്യൻ രവീന്ദ്രൻ സന്ദർശിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് ഇന്ന് വൈകിട്ടത്തെ പര്യടനം നടക്കുന്നത്. LDF സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇന്ന് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെയുള്ള പര്യടനം നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ ഈസ്റ്റർ ദിനത്തിൽ ഈ പള്ളികൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ കഴിയും. കുരുത്തോല ഞായർ മുതൽ, ഓശാന ഞായർ മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള വിശ്വാസികൾക്കിടയിലുള്ള ഒരു പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾ നടത്തി വന്നിരുന്നത്. അത് ഇന്നും ഈ ഈസ്റ്റർ ദിനത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പാറ്റൂർ സെൻറ് തോമസ് മാർ ചർച്ചിൽ ഈ UDF സ്ഥാനാർത്ഥി ശശി തരൂർ ഇന്ന് പള്ളിയിൽ സന്ദർശനം നടത്തി. അതിനൊപ്പം തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ സ്പെൻസർ ജംഗ്ഷനിലുള്ള പള്ളിയിലും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും ഇന്ന് സന്ദർശനം നടത്തിയിരുന്നു. അതിനൊപ്പം തന്നെ ഇന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെയും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഈ വിവിധ ഇടങ്ങൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ 2 പേരുടെയും സ്ഥാനാർത്ഥി പര്യടനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി തിരുവനന്തപുരത്തിനോട് അനുബന്ധിച്ച് തന്നെ ആറ്റിങ്ങൽ മണ്ഡലം നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ പ്രചരണ പരിപാടികളാണ് LDF സ്ഥാനാർത്ഥി V ജോയ് നടത്തുന്നത്. വലിയ രീതിയിൽ ടൈം വിത്ത് ജോയ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ആകർഷകമായ ഒരു സ്ഥാനാർത്ഥി പര്യടനമാണ് ആറ്റിങ്ങലിൽ LDF സ്ഥാനാർത്ഥി V ജോയ് നടത്തുന്നത്. വലിയൊരു സ്വീകാര്യതയും ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യതയും ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും NDA സ്ഥാനാർത്ഥി V മുരളീധരനും വലിയ രീതിയിലുള്ള അവകാശവാദങ്ങളുമായി ഈ പ്രചരണ രംഗത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിൽ ഇന്നും ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിൽ V ജോയ് എന്ന അയിരൂർ ചന്തമുക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഈ പ്രചരണ പരിപാടി. ഇന്ന് 8:30ക്കാണ് ഈ V ജോയിയുടെ പ്രചരണ പരിപാടി
ആരംഭിക്കുന്നത്. അതിനുശേഷം നരിക്കല്ലിൽ ഇന്ന് ഉച്ചയോടെ ഈ ഇന്നത്തെ ഒന്നാം ഘട്ട പ്രചരണത്തിന് സമാപനമാകും. അതിനുശേഷം വിശ്രമത്തിന് ശേഷം 3 മണിക്കാണ് വീണ്ടും ബിജെപിയുടെ ഈ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത്. ഇന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് ബിജെപി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നടത്തുന്നത്. അതിനൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശും ഒപ്പം NDA സ്ഥാനാർത്ഥി V മുരളീധരനും മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിലെ നഗര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമായിരിക്കും ഇന്ന് നടത്തുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചൂട് ഉയർന്നതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും വലിയ രീതിയിലാണ് സംസ്ഥാനത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പിനുള്ളത്. ആ ഒരു ആഘോഷം, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിൻ്റെ ഒരു ആവേശം അത് മുന്നണികളിലും സ്ഥാനാർത്ഥികളിലും ഒപ്പം ജനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കീർത്തി, സുലേഖയാണ് ആ വിവരം.